നമസ്കാരം. പ്രപഞ്ചത്തെ പൂർണ്ണമാക്കുന്നത് വെളിച്ചമാണ്. ഇരുളകറ്റുന്ന, ഊർജം പകരുന്ന, വഴികാട്ടുന്ന, വസ്തുക്കളെ വിവേചിച്ചറിയാൻ പര്യാപ്തമാക്കുന്ന വെളിച്ചം. മനുഷ്യ മനസ്സിലെ അജ്ഞതയുടെ ഇരുളകറ്റുന്ന, മൂല്യബോധങ്ങൾ ഊർജം പകർന്നു കൊടുക്കുന്ന, മുന്നോട്ടുള്ള വഴികാട്ടുന്ന, ജീവിതവീഥികളിൽ നന്മയും തിന്മയും തിരിച്ചറിയാൻ പര്യാപ്തമാക്കുന്ന വെളിച്ചമാണ് ഗുരു. ഈ അർത്ഥത്തിൽ അധ്യാപനം കേവലം ഒരു തൊഴിൽ മാത്രമല്ല, അത് വെളിച്ചം പകരാനുള്ള വലിയ വിളിയാണ്. ബാല്യത്തിന്റെ നിഷ്കളങ്കതകൾ മാത്രം പേറി കുഞ്ഞു കുസൃതികളുമായി മുന്നിലെത്തുന്ന കുഞ്ഞുങ്ങളെ പടിപടിയായി അറിവിന്റെ, ജീവിത വിജയത്തിന്റെ ഉത്തുംഗ സംഘങ്ങളിലേക്ക് കൈപിടിച്ചുയർത്താനുള്ള വെല്ലുവിളി. പിന്നിട്ട വഴികളെ അറിവുകൊണ്ട് ജ്വലിപ്പിച്ച, മനസ്സിനെ തൊട്ടുണർത്തി കടന്നുപോയ എല്ലാ അധ്യാപകരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് അധ്യാപനം എന്ന മഹത്തായ കർമ്മം പേറുന്ന എല്ലാവർക്കും അധ്യാപക ദിന മംഗളങ്ങൾ ഹൃദയപൂർവ്വം നേരുന്നു. സെപ്റ്റംബർ 5 ഭാരതത്തിൽ ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത്. അധ്യാപകനും തത്വചിന്തകനും ഭാരതരത്ന ജേതാവും ഇന്ത്യയുടെ 2ാമത്തെ രാഷ്ട്രപതിയുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. അദ്ദേഹം അധ്യാപനത്തോട് പുലർത്തിയിരുന്ന പ്രതിബദ്ധതയും വിദ്യാർത്ഥികളുടെ ഇടയിലുണ്ടായ ആദരവുമാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം അധ്യാപക ദിനമായി ആചരിക്കാൻ കാരണം. കുട്ടികളുടെ വൈജ്ഞാനിക വികാസത്തിനൊപ്പം സ്വഭാവ രൂപവൽക്കരണത്തിലും അധ്യാപകരുടെ പങ്ക് നിർണായകമാണ്. തന്റെ കുട്ടികൾക്ക് വാക്കുകൾക്കുപരി കർമ്മം കൊണ്ട് അധ്യാപകൻ മാതൃകയാവണം. എല്ലാ വിദ്യാർത്ഥികളുടെയും ഉള്ളിൽ ഒരു കനലുണ്ട്. അതിനെ ജ്വലിപ്പിച്ചെടുക്കാൻ നല്ല അധ്യാപകർക്ക് കഴിയുന്നു. വിദ്യാർത്ഥികളിൽ അന്തർലീനമായ വാസനകളും കഴിവുകളും കണ്ടെത്തി അവന്റെ അഭിരുചിക്കനുസരിച്ച് വഴിതെളിച്ചു വിടുമ്പോഴാണ് അധ്യാപനം പൂർണ്ണമാകുന്നത്. അറിവിനൊപ്പം സാമൂഹിക നൈതിക മൂല്യങ്ങളുടെ ഉയർന്ന മാതൃകയും കാവൽക്കാരനുമാകണം അധ്യാപകൻ. കേവലം ക്ലാസ് മുറികളിൽ മാത്രമല്ല, വിദ്യാർത്ഥികളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ബാഹ്യ ഇടങ്ങളും വ്യക്തികളും അധ്യാപന കർമ്മത്തിലേക്ക് ഉയരണം. ഒരു വ്യക്തിയുടെ ഭാവിയും കഴിവും സ്വഭാവവും രൂപീകരിക്കുന്ന മാന്യമായ ഒരു തൊഴിലാണ് അധ്യാപനം. ജനങ്ങൾ എന്നെ ഓർമ്മിക്കുന്നത് ഒരു നല്ല അധ്യാപകനായിട്ടാണെങ്കിൽ അതായിരിക്കും എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതി. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണിത്. നല്ല അധ്യാപകൻ നല്ലൊരു വിദ്യാർത്ഥി കൂടിയാണ്. സത്യസന്ധത, ആത്മാർത്ഥത, വിനയം തുടങ്ങിയ ഗുണങ്ങളുള്ള വിദ്യാർത്ഥി. തന്നിലുള്ള നന്മയാണ് ഓരോ അധ്യാപകനും തൻ്റെ വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കുന്നത്. ക്ലാസ് മുറികളിൽ പഠനം പ്രോത്സാഹിപ്പിക്കുന്ന സഹായി. വ്യക്തിജീവിതത്തിൽ കുട്ടിയുടെ സങ്കടങ്ങൾക്ക് തണലും വിരസതകളിലെ സുഹൃത്തുമാകണം അധ്യാപകൻ. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുന്നു എന്നതിനൊപ്പം വിദ്യാർത്ഥികളുടെ ജീവിതം സമ്പന്നമാക്കാനും അധ്യാപകന് കഴിയണം. ഒരു വിദ്യാർത്ഥിക്ക് കിട്ടാനുള്ള ഏറ്റവും നല്ല പാഠപുസ്തകം ഒരു നല്ല അധ്യാപകനാണ് എന്ന ഗാന്ധിജിയുടെ വാക്കുകൾക്ക് ഇവിടെയാണ് പ്രസക്തി ആർജിക്കുന്നത്. തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടി തൻ്റേതല്ലെന്ന തോന്നലുണ്ടാകുന്നത് എപ്പോഴോ അപ്പോൾ അധ്യാപകൻ വിദ്യാലയത്തിന്റെ പടിയിറങ്ങണം എന്ന ഗുരു നിത്യചൈതന്യയുടെ വാക്കുകൾ കൂടി ഇവിടെ ചേർത്ത് വെക്കുന്നു. അധ്യാപനം എന്ന ആ ബോധിവൃക്ഷം ഇനിയും തളിർക്കട്ടെ, പടർന്ന് പന്തലിക്കട്ടെ, ആഴത്തിൽ വേരിറങ്ങട്ടെ. അതിൻ്റെ തണലിൽ ഇനിയും അനേകമായിരം ബുദ്ധന്മാർ പിറക്കട്ടെ. നന്ദി. ജയ് ഹിന്ദ്.